അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കയ്യിൽ പാലും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ബ്രെഡും പാലും വെച്ചിട്ട് നമ്മളിന്ന് റെഡിയാക്കുന്നത് ഗുലാബ് ജാമുനാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല, ബ്രെഡ് മുഴുവനായിട്ടും തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡൊക്കെ നല്ലതുപോലെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇതുപോലെ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് ബോൾസാക്കി എടുക്കാം. അപ്പം നമ്മൾ കൂടുതൽ പാല് ഒരുമിച്ചിട്ട് ഒഴിക്കരുത്. നമുക്ക് ഇതൊന്ന് കയ്യിലിങ്ങനെ ഒതുങ്ങി പിടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാലിനൊരു കൃത്യ അളവില്ല. നമുക്കിത് നല്ലതുപോലെ ഒരു ബോൾസാക്കി കിട്ടുന്നത് വരെ നമ്മൾ ഇതുപോലെ കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയൊരു പീസ് എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഉരുട്ടിയിട്ട് നല്ലൊരു ബോൾസാക്കി എടുക്കാം. നമ്മളിതുപോലെ ബോൾസാക്കി എടുക്കുമ്പോൾ ഒട്ടും വിള്ളലും ഒന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിന് വിള്ളലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് പൊട്ടി പോരും. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടൂല. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ഞാനിതുപോലെ എല്ലാതും ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് തീ സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗം നല്ലതുപോലെ ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളത്തേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മളിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പം ഇത് നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ഏലക്കായാണ് ഇതുപോലെ കുത്തിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളടുത്ത് ഏലക്കായ പൊടിയാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒറ്റനൂൽപ്പരുവാവുന്നത് വരെയൊന്നും നമ്മളിത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് അവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള
നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോടുക്കനെ തന്നെ നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കഴിക്കുന്നത്. നമ്മൾ ഈ പഞ്ചസാര സിറപ്പിലിട്ട് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഈ ബോൾസിലേക്കൊക്കെ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ തന്നെ നമുക്ക് കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ഗുലാബ് ജാമുൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പൊക്കെ നമ്മുടെ ഗുലാബ് ജാമുൻ ശരിക്കും പിടിച്ചിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.